ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് പറ്റിയ ടൈം, ജൂൺ ജൂലൈ മാസങ്ങൾ. ഈ മാസങ്ങളിലാണ് കൃഷിക്ക് ഏറ്റവും നല്ല ഉചിതമായ കാലാവസ്ഥ. മഴ കിട്ടും, അതുകൊണ്ട് നമ്മൾ എന്ത് നട്ടാലും അത് അതിൻ്റേതായ രീതിയിൽ വളർന്നു പോയിക്കോളും. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ചീര നടാൻ പോവാണ്. ചീരയ്ക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മൾ നല്ല രീതിയിൽ കൊത്തി ഇളക്കിയ മണ്ണാണ്. അങ്ങനെ ഞാനിത് ഒരാഴ്ച മുമ്പ് തന്നെ ഈ മണ്ണെല്ലാം കുത്തി ഇളക്കി ചാണകപ്പൊടി ഇട്ട് മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. വേരോട്ടത്തിന് നല്ലപോലെ ലൂസായിട്ടുള്ള മണ്ണ് വേണം. അതിൻ്റെ കൂടെ ചാണകപ്പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ പറിച്ചു മാറ്റുന്നൊന്നുമില്ല, ഇവിടെ തന്നെയാണ് നമ്മൾ വളർത്തുന്നത്. ഇപ്രാവശ്യം ഞാൻ ഒരു വ്യത്യസ്തമായ കൃഷി രീതിയാണ് നോക്കുന്നത്. ഇങ്ങനെ തിട്ട മൺകൂന വെച്ച് തിരിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഓരോ തടി പീസ് വെച്ച് ഓരോ സെക്ഷനായിട്ട് തിരിച്ചു. ഇവിടെ എനിക്ക് ചുമന്ന ചീര, പിന്നെ ഇവിടെ ഓൾറെഡി ഉണ്ട് എൻ്റെ മല്ലിയിലകളാണ്. പിന്നെ ഈ ഒരു സെക്ഷനുണ്ട്, ഇവിടെ പാലക് ചീരയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ഒരേപോലെ. ഇവിടെ നല്ല ലൈറ്റ് കിട്ടുന്ന ഏരിയയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയ തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ 3 അടുത്തടുത്താണ്, പാലക്ക്, പിന്നെ മല്ലിയില, പിന്നെ നമ്മുടെ ചുമന്ന ചീര. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചീര കൃഷിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോർഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഉറുമ്പിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. ഏത് വിത്തിട്ടാലും ഉറുമ്പ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ചീര വിത്തിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് പാകുന്നത്. എന്തിനും ഏതിനും ഗ്ലൗസ് ഉപയോഗിക്കുന്ന ഞാൻ ഇതിനും ഗ്ലൗസ് ഇട്ടുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ റെഡിയാക്കിയിരിക്കുന്ന നമ്മുടെ സ്ഥലത്തേക്ക് ഞാൻ ചീര നടാൻ പോവാണ്. മഞ്ഞളും ചീര വിത്തും കൂടെ മിക്സ് ചെയ്തെടുത്തത്. ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വിതറുന്നു, എല്ലായിടത്തും വിതറണം. കാരണം ഇത് ഒരിടത്ത് തന്നെ ആയിപ്പോയാൽ അവിടെ കിടന്ന് കൂടിപ്പോവും. അങ്ങനെ ഏതാണ്ട് ഈക്വലായിട്ട് എല്ലാ സൈഡുകളും വിതറുക. അതിനുശേഷം നമ്മുടെ തൂമ്പ എടുത്ത്, അതായത് ഇങ്ങനെയുള്ള ഈ സ്പൈക്സുള്ള തൂമ്പ എടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം മണ്ണ് ഇളക്കണ്ട, ചെറുതായിട്ട്. ഇത് നമ്മൾ വിത്ത് പാകിയതിന് ശേഷമുള്ള മണ്ണാണ്. ഒരിടത്തും മഞ്ഞൾപ്പൊടി കാണാനില്ല, കംപ്ലീറ്റ് മിക്സ്ഡ് ആയി കഴിഞ്ഞു. ഈ മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റും ചീരവിത്തുകളൊക്കെ മണ്ണിനടി പോയോ എന്നുള്ളതും. ഇനി നമ്മുടെ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ കുത്തനെയുള്ള മഴയാകാം, പിന്നെ വെള്ളം ഒഴിക്കുമ്പോഴോ അത് കുത്തിയുള്ള ഒഴുപ്പാകാം. ഇത് രണ്ടിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വലയിടുന്നത്. അങ്ങനെ ആകുമ്പം മണ്ണ് വെള്ളത്തിലോ ചെതറിപ്പോവില്ല. അപ്പം നമ്മളൊരു വലയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇടുക. ഇങ്ങനെ വല എല്ലാ സൈഡും നമ്മൾ കവർ ചെയ്തിടുന്നു. സോ നമ്മുടെ വല ഇങ്ങനെ കിടക്കും, എല്ലായിടവും കവേർഡായിട്ട് വിത്ത് പാകിയ സകല സൈഡിലും വലയിട്ടിരിക്കുകയാണ്. സോ അപ്പം നമ്മളിനി വെള്ളം ഒഴിക്കുമ്പോൾ ഈ ടാപ്പിൻ്റെ സൈഡിലൊന്ന് കൈവച്ചിട്ട് ഇങ്ങനെ ചെതറിച്ചൊഴിക്കണം. ഒരു 3 ദിവസത്തേക്ക് മതി ഈ പരിപാടി. ഇത് കഴിയുമ്പോഴേക്കും നമ്മുടെ ചീരയെല്ലാം ചെറുതായിട്ട് പൊങ്ങിത്തുടങ്ങും. പിന്നെ നമുക്ക് ഈ വല മാറ്റാം. ഇപ്പം കുത്തി വെള്ളം ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പർപ്പസ്. അടുത്തതായിട്ട് നമ്മൾ നടുന്നത് പാലക്കാണ്. അതിനും ഇതുപോലെ തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയായിട്ട് മിക്സാക്കി നമ്മുടെ സ്ഥലമെല്ലാം
നല്ല രീതിയിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതിലേക്ക് നമ്മൾ ഇതും പഴയ പോലെ തന്നെ ഇടുന്നു. അങ്ങനെ ഇതെല്ലാം ഇതിനകത്ത് ഇട്ടു. മഞ്ഞൾപ്പൊടിയും പാലക്കിൻ്റെ വിത്തും കൂടെ മിക്സ് ചെയ്ത് നമ്മളിപ്പോൾ വിതറിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചിക്കി ചെയ്യും, മണ്ണിൻ്റെ അടിയിലാക്കും. ഇതെല്ലാം ലൂസ് മണ്ണാണ്, ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നല്ല വളമുള്ള മണ്ണ് തന്നെയാണ്. ഇനിയുള്ള പ്രൊസീജിയറൊക്കെ ജസ്റ്റ് സെയിം. നമ്മൾ തൂമ്പ എടുത്ത് ഇതിനെ ഒന്ന് മണ്ണിനെ ഇളക്കി വിടുന്നു. ഈ മഞ്ഞളും പിന്നെ പാലക്കിൻ്റെ പച്ച വിത്തുമായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇത് എവിടെയാണെന്നുള്ളത്. മണ്ണിന് അടിയിൽ പോയോ ഇല്ലയോ എന്നുള്ളത് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. ഒരിടത്തും മഞ്ഞൾപ്പൊടിയോ പച്ചയായിട്ടുള്ള നമ്മുടെ പാലക്കിൻ്റെ വിത്തോ കാണാനില്ല. ഇനി നമുക്ക് ഇതിനെ വലയിട്ട് മൂടണം. നമ്മുടെ അടുത്ത വല എടുത്തിട്ട് ഇതിട്ട് ഇതിനെ കംപ്ലീറ്റ് മൂടുക. ഇത് കുറച്ചുകൂടെ കള്ളി അകന്ന നെറ്റാണ്, അതുകൊണ്ട് ഇതിനെ രണ്ടായിട്ട് മടക്കാം. ഈ തടി പീസസ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ മുകളിൽ കൂടെ നിന്നോളുകയും ചെയ്യും. ഈ തടിപ്പീസിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നെറ്റിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തിൻ നെറ്റും കൂടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ ഡബിൾ ലെയറിൻ്റെ ഒരു ലെയറിനകത്തൂടെ ഇവിടുന്ന് കിട്ടിയ ഒരു കമ്പിടുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടെ താഴേട്ടിങ്ങ് പോരും. ഞാൻ ഇങ്ങനൊരു കമ്പ് കൊണ്ടുവന്ന് ആ ഡബിൾ ലെയർ നെറ്റിൻ്റെ ഇടയ്ക്കൂടെ ഇട്ടിരിക്കുകയാണ്. കാരണം വെള്ളം ഒഴിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ നെറ്റ് ഊരിപ്പോരരുത്, അതിനു വേണ്ടി ചെയ്തതാണ്. നമ്മൾ ഇങ്ങനെ വലയിട്ട് പാലക്കിനെ എല്ലാം മൂടിയിട്ടു. ഈ തടിപ്പീസ് ഉള്ളതുകൊണ്ട് ഈ വല കുറച്ച് പൊങ്ങി നിൽക്കുകയും ചെയ്യും, വെള്ളം അങ്ങനെ കുത്തി ഒഴിക്കില്ല. ഇനി വെള്ളം കുത്തി ഒഴിക്കാതെ ഇങ്ങനെ ടാപ്പിൻ്റെ അറ്റത്ത് നമ്മുടെ കൈ വെച്ച് സ്പ്രിങ്കിൾ ചെയ്ത് ഒഴിക്കുക. അപ്പോൾ 3 ദിവസത്തേക്ക് ഇവരിങ്ങനെ കിടക്കട്ടെ. 3 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ തടിപ്പീസസ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ നിലവും ഈ നെറ്റുമായിട്ട്. അപ്പോൾ ഇത് കൂടുതൽ അഡ്വാൻറ്റേജാണ്. ഇതേത് കിളിച്ചു വന്നാലും അവർക്ക് പൊങ്ങി നിൽക്കാനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിത്തടിയിൽ കഴിഞ്ഞു. ഇവിടുത്തെ ഈ സൈഡിൽ ഡാർക്ക് ഗ്രീൻ ഉള്ളിടത്ത് ചീരയും ചുമന്ന ചീരയും, ഇവിടെ പാലക് ചീരയും. ഇനി 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ പാലക്കും ചുമന്ന ചീരയും പാകി, നമ്മൾ വിത്ത് പാകി കഴിഞ്ഞു. ഇനി 3 ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം.